അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ കുറച്ച് കമൻറ്റുകളുടെ റിപ്ലൈയും ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നുണ്ട്. റമളാനൊക്കെ ആവാറായില്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാന്ന്. ഇനി തൊട്ട് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഞാൻ വീഡിയോ ഇടും. പിന്നെ എൻ്റെ ചാനലിൻ്റെ പ്രൊഫൈൽ എടുക്കുമ്പോഴത്തേക്കും കമ്മ്യൂണിറ്റി എന്ന് കാണിക്കത്തില്ലേ, അതിൽ നിങ്ങൾക്കും വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ദുആയ്ക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ ദിക്റുകളോ അങ്ങനെയൊക്കെ ഷെയർ ചെയ്താൽ ആരെങ്കിലും അതൊക്കെ കണ്ട് ഓതിയാൽ നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ അതിനുള്ള പ്രതിഫലം കിട്ടും. ഒരു 5 മണി തൊട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും വന്നായിരുന്നു. അതാണ് ഈ ഡ്രസ്സ്. നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള ഡ്രസ്സ് തന്നെ. ഡ്രസ്സൊക്കെ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ചായ കുടിക്കാനുള്ള സമയമായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ചായയുടെ കൂടെ ബിസ്ക്കറ്റാണിന്ന് കഴിച്ചത്. പിന്നെ ഞാൻ മീഷോയിൽ നിന്ന് ഒരു മുട്ടുപ്പിൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹിജാബിലൊക്കെ യൂസ് ചെയ്യുന്നത്, അതും വന്നായിരുന്നു ആ സമയത്ത്. പിന്നെ അതൊക്കെ ഓപ്പണാക്കി. ഇത് ചെറിയ മുട്ടുപ്പിന്നാണ്. നമ്മൾ സാധാ മുട്ടുപ്പിൻ്റെ മുത്തൊക്കെ വലുതല്ലേ, ഇതിൽ ചെറിയൊരു മുത്ത് കണക്കാണുള്ളത്. ചെറിയ മുട്ടുപ്പിന്നാകുമ്പോഴത്തേക്കും നമ്മൾ ഹിജാബിൽ കുത്തുമ്പോഴത്തേക്കും അത്ര വലുതായിട്ട് തെളിഞ്ഞ് കാണത്തില്ല. ഈ ബോക്സിൽ തന്നെ ഒരു 50-ൽ കൂടുതൽ മുട്ടുപ്പിന്നുണ്ടായിരുന്നു. ബ്ലാക്ക് സിൽവർ കളറുമാണ് ഇതിനകത്തുള്ളത്. ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മഗ്‌രിബ് നിസ്കരിക്കാനുള്ള സമയമാവാറായിരുന്നു. പിന്നെ ഒന്നുമൊക്കെ എടുത്ത് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി റെഡിയായിരുന്നു. പിന്നെ ഈ സമയത്ത് ഞാൻ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെക്കാറുണ്ട്. നമുക്കെപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മളേതായിട്ടുള്ള ഒരു ചെറിയ കോർണർ വേണം. അപ്പം നമുക്കെപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്ത് കുറേ പേരൊക്കെ കമൻറ്റിൽ ചോദിക്കാറുണ്ട്, ഈ ക്യാൻഡിൽ ഞാൻ ഉണ്ടാക്കുന്നതാണോ വാങ്ങുന്നതാണോ എന്നൊക്കെ. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇത് വാങ്ങാനാണെങ്കിൽ ഓൺലൈനായിട്ടും കിട്ടും. ഫ്ലിപ്കാർട്ടിലൊക്കെ 70 രൂപയ്ക്കും 90 രൂപയ്ക്കൊക്കെ വാങ്ങാൻ കിട്ടും. ക്യാൻഡിലും ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ മഗ്‌രിബൊക്കെ നിസ്കരിച്ചിട്ട് ഞാൻ എപ്പോഴും ഖുർആൻ ഓതാറുണ്ട്. ഇടയ്ക്ക് ഞാൻ യാസീൻ ഓതും, ഇല്ലെങ്കിൽ ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഹത്തത്തിൻ്റെ ബാക്കി ഓതും. എനിക്ക് കമൻറ്റ് വന്നായിരുന്നു 1 മന്ത് കൊണ്ട് നമുക്ക് എങ്ങനെ ഹത്തം തീർക്കാമെന്ന്. അപ്പോൾ നമുക്ക് 30 ദിവസമുണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ ജിസ് വെച്ചിട്ട് ഓതി തീർക്കാൻ പറ്റും. അതായത് ഓരോ നിസ്കാരത്തിൽ നമ്മൾ 2 പേപ്പർ വെച്ച് ഓതിയാൽ ഒരു ദിവസം 10 പേപ്പറോ, അപ്പോൾ ഒരു ജിസ് കംപ്ലീറ്റ് ആവും. അങ്ങനെ നമുക്ക് ഓരോ ദിവസവും ഒരു ജിസ് വെച്ച് 30 ദിവസം കൊണ്ട് 30 ജിസ് തീർക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഫീമെയിൽസിന് അങ്ങനെ 30 ദിവസം ഒരു മന്ത് ഫുള്ളായിട്ട് കിട്ടത്തില്ലല്ലോ. നമുക്ക് ഒരു മന്തിൽ 23 ദിവസമേ കിട്ടത്തുള്ളായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഖുർആൻ ഓതണം. അതായത് ഒരു ദിവസം നമ്മൾ 13 അല്ലെങ്കിൽ 14 പേപ്പർ വെച്ച് ഓതിയാൽ നമുക്ക് 23 ദിവസം കൊണ്ട് ഒരു ഹത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 13 പേപ്പർ എന്ന് പറയുമ്പോൾ 26 പേജാണ്. നമുക്ക് സാധാരണയായിട്ട് ഖുർആനിലുള്ളത് 604 പേജാണ്. അപ്പോൾ നമ്മൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമുക്ക് എത്ര ദിവസമാണ് ഉള്ളത് ആ ദിവസം വെച്ചിട്ട് 604 എങ്ങനെ തീർക്കാമെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമുക്കിപ്പോൾ കയ്യിൽ എത്ര ദിവസമാണ് ഉള്ളത് ഹത്തം തീർക്കാൻ. ഇപ്പോൾ 10 ദിവസമാണെങ്കിൽ നമ്മൾ 604 ഡിവൈഡഡ് ബൈ 10 ചെയ്യും. അപ്പോൾ നമുക്ക് 60 പോയിൻറ്റ് സംതിങ് കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും 60 അല്ലെങ്കിൽ 61 പേജ് ഖുർആൻ ഓതിയാൽ നമുക്ക് 10 ദിവസം കൊണ്ട് ഒരു ഹത്തം തീർക്കാൻ പറ്റും. ഇതുപോലെ എത്ര ദിവസമാണ് നമുക്കുള്ളത് അത്രയും ദിവസം വെച്ച് നമ്മൾ 604 ഡിവൈഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഓരോ കമൻറ്റുകൾ വായിച്ചിട്ട് അതിൻ്റെ ആൻസർ പറയാം. എല്ലാ കമൻറ്റുകളുടെ ആൻസർ ഈ വീഡിയോയിൽ പറയാൻ പറ്റുമോ എന്നറിയത്തില്ല. പറ്റത്തില്ലെങ്കിൽ ഞാൻ ബാലൻസ് അടുത്ത വീഡിയോയിൽ പറയാം. ഫസ്റ്റ് ഈ കമൻറ്റ് നോക്കാം. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ വീഡിയോയിൽ ചോദിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം നോക്കാം. സ്വഹീഹ് മുസ്ലിമിലെ 1631 ഹദീസാണ് ഇത്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് പ്രതിഫലം കിട്ടുന്ന എല്ലാ പ്രവൃത്തികളും നിൽക്കും, 3 കാര്യങ്ങൾ ഒഴിച്ച്. ഒന്നാമത്തത് ഓൺഗോയിങ് ചാരിറ്റി. അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ചാരിറ്റി സദക്ക, നമ്മൾ ചെയ്ത സദക്ക ഇങ്ങനെ തുടർന്ന് കൊണ്ടേയിരിക്കും. അതായത് നമ്മൾ ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ ഒരാൾക്ക് ഖുർആൻ ദാനം ചെയ്ത് നമ്മളിപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞ ശേഷം ആ ആൾ ആ ഖുർആനിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരാൾ ആ ഖുർആനിൽ നിന്ന് ഖുർആൻ ഓതിയാൽ
ആ പ്രതിഫലം കൂടെ നമുക്ക് കിട്ടും. അയാൾക്കും കിട്ടും, നമുക്കും കിട്ടും പ്രതിഫലം. ഇതേപോലെ തന്നെ നമ്മളൊരു കിണർ പണിയുന്ന ആ കിണറിൽ നിന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആളുകൾ വെള്ളം കുടിക്കുമല്ലോ. അങ്ങനെ ദാഹം മാറുന്നതിലൂടെ നമുക്കും പ്രതിഫലം കിട്ടും, നമ്മൾ മരിച്ചു കഴിഞ്ഞ് കബറിൽ കിടക്കുമ്പോഴത്തേക്കും. പിന്നെ നമ്മൾ പള്ളികൾ പണിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പള്ളി പണിയാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുമല്ലോ കുറച്ചെങ്കിലും. അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആളുകളിൽ നിന്നും ആ പള്ളിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ നിന്നും നമുക്ക് പ്രതിഫലം കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം ഓൺഗോയിങ് നോളജാണ്. അതായത് നമ്മളിപ്പോൾ ആർക്കെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഓരോ അറിവുകൾ പകർന്നു കൊടുക്കത്തില്ലേ, അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഈ അറിവുകൾ ഇങ്ങനെ പകർന്ന് ഓരോ പുതിയ ആളുകളിൽ എത്തും. അപ്പോൾ നമ്മൾക്ക് ആ പ്രതിഫലവും നമ്മുടെ ഖബറിൽ വെച്ച് നമുക്ക് കിട്ടും. മൂന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള മക്കളിൽ കൂടി നമുക്ക് പ്രതിഫലം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും കിട്ടും. അതായത് അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ചെയ്തു വെക്കാൻ പറ്റുന്നത്. ഇനി നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കലാണ്. അവർ ചെയ്തു പോയ തെറ്റുകൾ പുറത്തു കൊടുക്കാനും അവരുടെ ഖബർ ജീവിതം നല്ലതാക്കി കൊടുക്കാനും അവർക്ക് ശിക്ഷകളൊന്നും കൊടുക്കലേന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. പിന്നെ നമുക്ക് അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യാൻ പറ്റും. ഇത് സ്വഹീഹ് അൽ ബുഖാരിയിലെ 1388 ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മകൻ തൻ്റെ ഉമ്മ മരിച്ചപ്പോൾ ഞാൻ സദക്ക ചെയ്താൽ അതെൻ്റെ ഉമ്മാക്ക് ഉപകാരപ്പെടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉപകാരപ്പെടുമെന്ന്. ഇനി നമുക്ക് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഹജ്ജ് അല്ലെങ്കിൽ ഉംറ ചെയ്യാൻ പറ്റും. സ്വഹീഹ് അൽ ബുഖാരിയിലെ 1852 ഹദീസിൽ പറയുന്നുണ്ട്, നമ്മൾ ഹജ്ജ് അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നതിന് മുമ്പ് ആ മരണപ്പെട്ടു പോയ ആൾക്ക് എന്തെങ്കിലും കടം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ആ കടം വീട്ടണം നമ്മൾ. പിന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഏതെങ്കിലും റമളാൻ നോമ്പുകൾ പിടിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നോമ്പുകളെല്ലാം പിടിച്ച് വീട്ടാൻ പറ്റും. ഇത് സ്വഹീഹ് അൽ ബുഖാരിയിലെ ഹദീസ് 1952 പറയുന്നുണ്ട്. പിന്നെ നമുക്ക് അവരുടെ ഖബറുകൾ വിസിറ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമ്മൾ നമ്മുടെ മരണത്തെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും അവർക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടും. നമ്മൾ ഖബറൊക്കെ സന്ദർശിക്കുമ്പോൾ ഓതേണ്ട ഒരു ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് 975 പറയുന്ന ദുആയാണ് ഇത്. അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീന വ ഇന്നാ ഇൻഷാ അല്ലാഹു ലലാഹിഖൂന അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയത്ത്. ഇനി അടുത്തൊരു കമൻറ്റ് നോക്കാം. നമുക്ക് നല്ല പനി, തലവേദന അങ്ങനെയൊക്കെ ഒട്ടും വയ്യാതെ ഇരിക്കുമ്പോൾ നമുക്ക് നിസ്കാരം നിർബന്ധമാണോ എന്നാണ് ചോദിക്കുന്നത്. ഒരു മുസ്ലിമിന് എന്തായാലും നിസ്കാരം നിർബന്ധമാണ്, ഫർളാണ്. 3 പേർക്ക് എക്സെപ്ഷൻ ഉണ്ട്. അത് ആരൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ജാമിഅ തിർമിദിയിലെ ഹദീസ് 1423 ഈ കാര്യം പറയുന്നുണ്ട്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒന്നാമത്തത് ഉറങ്ങിപ്പോയ ആള് എണീക്കുന്നത് വരെ. ഒരാൾ ഉറങ്ങിയാൽ ഈ ഭൂമിയിലെ കുറിച്ചുള്ള ഒരു ബന്ധവും അയാൾക്ക് കാണത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഉറങ്ങിപ്പോയ ആള് എണീക്കുന്നവരെ എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിസ്കാരത്തിൻ്റെ ബാങ്ക് കേട്ട് ഇനി സമയം ഉണ്ടല്ലോ, ഉറങ്ങിയിട്ട് എണീറ്റിട്ട് നിസ്കരിക്കാം അങ്ങനെ വിചാരിക്കുന്നതല്ല. അത് നമ്മൾ മനഃപൂർവ്വം സമയം നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. നമ്മൾ സുബഹിക്കൊക്കെ എണീക്കാൻ താമസിച്ചു പോകത്തില്ലേ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് പറയുന്നത്. അപ്പോൾ അവർ ഉറങ്ങി എണീക്കുമ്പോൾ അവർ കളായിട്ട് ആ നിസ്കാരം വീട്ടണം. രണ്ടാമത്തേതായിട്ട് എക്സെപ്ഷൻ വെച്ചിരിക്കുന്നത് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ. പിന്നെ മൂന്നാമത്തത് ബുദ്ധി കുറവുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെയാണ് നിസ്കരിച്ചില്ലെങ്കിലും ശിക്ഷ ലഭിക്കാത്തത്. ഒന്നാമത്തത് ശ്രദ്ധിക്കണം, ഉറങ്ങുന്ന ആളുകൾ ഉറങ്ങി എണീക്കുന്നത് വരെയാണ് ശിക്ഷ കിട്ടാത്തത്. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ അവർ കളായിട്ട് നിസ്കരിക്കണം ആ നിസ്കാരം. ഇനി നമുക്ക് നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് വയ്യാത്ത അവസ്ഥയിലൊക്കെ ആണെങ്കിൽ, ഇനിയിപ്പോൾ നമുക്ക് ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ ഇരുന്നെങ്കിലും നിസ്കരിക്കണം. ഒട്ടും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ കിടന്നെങ്കിലും നിസ്കരിക്കണം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സുനാൻ അബി ദാവൂദിലെ 952 ഹദീസിൽ പറയുന്നുണ്ട്.
പിന്നെ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് 705 പറയുന്നുണ്ട്, നമുക്ക് ഒട്ടും പറ്റാത്ത എന്തെങ്കിലും നല്ല വാലിഡായ റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് ജം ആയിട്ട് നിസ്കരിക്കാൻ പറ്റും. അതായത് ലൊഹറും അസറും കമ്പൈൻ ചെയ്യാം, പിന്നെ ഇഷായും മഗ്‌രിബും കമ്പൈൻ ചെയ്യാം. അല്ലാതെ നമുക്ക് സുബഹിയോ ലൊഹറോ കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല, അസറോ മഗ്‌രിബോ കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ ലൊഹറിൻ്റെ സമയത്താണ് നിസ്കരിക്കാൻ പറ്റാത്തതെങ്കിൽ നമുക്ക് അസറിൻ്റെ സമയത്ത് ലൊഹറും കൂടെ നിസ്കരിക്കാം. ആദ്യം ലൊഹർ നിസ്കരിച്ചിട്ട് വേണം അസർ നിസ്കരിക്കാൻ. ഇപ്പോൾ അസർ നിസ്കരിക്കാൻ പറ്റില്ലെന്ന് അറിയാമെങ്കിൽ നമ്മൾ ലൊഹർ നിസ്കരിച്ചിട്ട് ലൊഹറിൻ്റെ സമയത്ത് തന്നെ അസറും കൂടെ നിസ്കരിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ജംഅ നിസ്കരിക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് മഗ്‌രിബും ഇഷാക്കും. ഒന്നീ മഗ്‌രിബിൻ്റെ സമയത്ത് ഇഷ നിസ്കരിക്കാം, അല്ലെങ്കിൽ ഇഷായുടെ സമയത്ത് മഗ്‌രിബും കൂടെ നിസ്കരിക്കണം. കറക്റ്റ് നിസ്കാരത്തിൻ്റെ ഓർഡറിൽ വേണം ഇത് നിസ്കരിക്കാനായിട്ട്. ഇനി ബാക്കിയുള്ള കമൻസിൻ്റെ റിപ്ലൈ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.